ഒരു ചേട്ടനായല്ലോ ഇത്. ഒരു ചേട്ടൻ. ഇതാണ് വരിക. ഇതാരാണ്? ലാലേട്ടൻ. വേറെ ചേട്ടനൊന്നും അല്ല, ലാലേട്ടൻ. ലാലേട്ട അതാണോ? ആ പാട്ടാണോ? ഒരു മിനിറ്റ് ഗ്ലാസ് കുറച്ച് ബിസിയാ ഗൈസ്, കുറച്ച് സമയം എടുക്കും. അതെന്താണ്? എന്താ പട്ടോ? അതാണ് ഈ പാട്ടാണ്. പട്ടം പോലെ കാറ്റിൽ പാറി. അതാണ് പട്ടം. ആ ശരി, എന്നാ എനിക്കും പറയാനുണ്ട്. അങ്ങനെ പട്ട എന്റെ അടുത്തുണ്ട്. ഐഫോൺ എവിടെ? ഐഫോൺ തരാന്ന് പറഞ്ഞില്ലേ? എവിടെ? പാടി വലുതായി ജോലി കിട്ടുമ്പോ ഐഫോൺ മേടിച്ചു തരാം. അയ്യോടാ, ഡയമണ്ട് മാലയോ? അത് തരാന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ഇതൊക്കെ ഊരി കൊടുക്കാന്ന് വിചാരിച്ചെന്നാ. ഈ ഡയമണ്ട് അല്ല, വേറൊരു ഡയമണ്ട് എനിക്ക് തരാന്ന് പറഞ്ഞില്ലായിരുന്നോ? അത് തന്നെ. അതെവിടെ? വണ്ടി ഓടിക്കാൻ പഠിക്കുമ്പോൾ ഞാൻ വലുതാവും. എന്നിട്ട് എനിക്ക് കുറെ ജോലി കിട്ടി കഴിയും. ജോലി കിട്ടുമ്പോൾ എനിക്ക് പൈസ കിട്ടുമ്പോൾ ഞാൻ എല്ലാം മേടിച്ചു. പൈസ ഇല്ല. ഈ ലാലേട്ടൻ എല്ലാം ചുമ്മാ പറയാട്ടോ, ഒരു കാര്യമില്ല. അയ്യോ, കഴുത്തിൽ വലിയൊരു സ്വർണ്ണമാല കിടക്കുന്നത്. ഇത് വലിയൊരു സ്വർണ്ണമാല. മാല വിൽക്കാം നമുക്ക്. ശ്രദ്ധ മാറ്റാ. എന്നാ ചെയിൻ വിൽക്കാം. മീനുട്ടാ, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ കട്ടീസാ. എന്നോടാ? കട്ടീസ് അല്ലല്ലോ, മിണ്ടൂല ഞാൻ. അത് ഐഫോൺ വാങ്ങിക്കൊടുക്കായിട്ട് ആ പാവത്തിനെ പറ്റിച്ചോ. അതെന്താ അറിയാ, ഉള്ള ഫോൺ എടുത്ത് ആ പറമ്പിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ഐഫോൺ മേടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. എനിക്കിനി ഇതൊന്നും വേണ്ട, എനിക്ക് എന്റെ യാമ്മി വാങ്ങി തരുന്ന പറഞ്ഞിട്ട് ഒറ്റയേറ്. പട്ട വലിയ കുഞ്ഞാവുമ്പത്തേക്ക് ഞാൻ തരാം. അപ്പോഴല്ലേ എനിക്ക് ഐഫോൺ തരുള്ളൂ. അയ്യോടാ, സങ്കടമായി പോയി. ഇങ്ങോട്ട് നോക്കട്ടെ, ഇങ്ങോട്ട് വലുതായോ? വലിയൊരു അല്ല, ഇവിടെ കണ്ണടച്ച് നിന്നാലോ? അല്ല, വലിയ കുഞ്ഞായോ നോക്കട്ടെ. എന്നോട് എന്താ ഇപ്പൊ പറഞ്ഞേ? ഐഫോൺ എപ്പ തരുന്ന പറഞ്ഞേ? ഐഫോൺ ഇപ്പൊ തരുന്നാണ് പറഞ്ഞേ. എവിടെ ഐഫോൺ? ഐഫോണ് കൊണ്ടുവരാൻ മറന്നു. അയ്യോ, യാമിക്കുട്ടി ഒരു കാര്യം ചെയ്തോ, ആ മാല ഊരി കൊടുത്തോ, എന്നിട്ട് പറഞ്ഞോ അതുകൊണ്ട് ഐഫോൺ മേടിച്ചോളാൻ പറഞ്ഞോ. വേണ്ട വേണ്ട വേണ്ട, ഒരു പട്ടത്തിന് വേണ്ടി അവൾ എന്തും ചെയ്യേ. അങ്കിള് പറഞ്ഞില്ലേ പട്ടം കൊണ്ടുവരുന്നു. പട്ടം തരട്ടെ? ഈ കണ്ണാടി. ഈ കണ്ണാട വെച്ചേരാ, ഞാൻ വെച്ചേരാ. സ്റ്റൈലിഷ്. ഇത് രസമുണ്ട്, നല്ല സുന്ദരനായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരു സാധനം തരട്ടെ. ഇത് വെച്ചിട്ടാണ് പറത്തുന്നത് കേട്ടോ. എനിക്കും ഇഷ്ടം. ഐഫോൺ കൊടുത്തേ പറ്റൂ. അത് എന്തായാലും കൊടുക്കണം. അയ്യോ, യാമിക്കുട്ടി എപ്പോ കൊടുക്കും ഐഫോൺ? ഐഫോണോ? എന്റെ സാറിന്റെ കയ്യില്. എപ്പോ കൊടുക്കും? ഇപ്പൊ കൊടുക്കോ? എവിടെ ഐഫോൺ? എവിടെ? എന്നിട്ട് പട്ടം കിട്ടിയത് നന്നായി. അതെ, അതുകൊണ്ട് കൊടുത്തില്ലാലും കുഴപ്പമില്ലല്ലോ. ലാഭമുള്ള പരിപാടി. ഈ കണ്ണട ഒന്ന് വെച്ചുതരുമോ? എവിടെ വെച്ചാ? കൈ ഫ്രീ അല്ല. ഈ ഷർട്ടിന്റെ ആ ഷർട്ടിന്റെ അവിടെ കുത്തി വെക്കണം. ഒരു പട്ടത്തിന് ഒരു കുത്തി നിർത്തി. അപ്പൊ പട്ട അമ്മ എടുത്ത് കൊടുക്കണേ. നമുക്ക് വെളിയിൽ പോയി ഇനി അടുത്ത പ്രാവശ്യം അങ്കിൾ 4 പട്ടം കൊടുത്തേ.
എന്നിട്ട് നമുക്ക് വെളിയിൽ പോയിട്ട് പറത്തി കളിക്കാം. ഓ മനസ്സിൽ ലഡു പൊട്ടി. വേറെ ആരെയും കൂട്ടണ്ട. അപ്പൊ എനിക്ക് ലഡു ഇല്ലേ? ഇനി ലഡു കൊടുക്ക്, ഞാൻ മേടിച്ചു തരാം ലഡു അടുത്ത പ്രാവശ്യം. ആരി ചേച്ചി ആർക്കെങ്കിലും ഇതുവരെ എന്തെങ്കിലും മേടിച്ചു കൊടുത്തായിട്ട് എനിക്ക് ഓർമ്മയില്ല. ശരി, അപ്പൊ ഞാൻ ലഡു മേടിച്ചു പറഞ്ഞതുപോലെ ചെയ്യട്ടോ. ആര് ചേച്ചി മീനു ചേച്ചി കൊടുക്കുന്നതിൽ വിശ്വസിക്കുന്നു. ഞാൻ അതുകൊണ്ട് പറയാറില്ല. വാ ഇങ്ങോട്ട് വാ, യാമിക്കുട്ടി ഇങ്ങോട്ട് വാ. അതാ ആള് കരയുന്നുണ്ട്. അതാരാ? അയ്യോ കരയുന്നുണ്ട്. ആ പട്ടം തരാട്ടോ. തരാവേ. വാവ ആരാ അത്? വാവയോ വാവയോ? ആ ജഗന്നാഥൻ. എനിക്ക് മടിയിലിരിക്കണം. എനിക്ക് വടിയിലിരിക്കണം. മടിയിലാ. മടിയിൽ ഇവിടെ ഒന്നും എടുത്ത് വെക്കല്ലേ. അതാരാ അത്? അനിയൻ ജഗന്നാഥൻ. 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 ഏത് ജഗന്നാഥനാ? ലാലേട്ടന്റെ ഫ്രണ്ട്. ലാലേട്ടന്റെ ഫ്രണ്ടോ? 6 തമ്പുരാനാണോ? 6 തമ്പുരാൻ. ലാലേട്ടനെ ഇഷ്ടമാണോ? ഇഷ്ടമൊക്കെയാണ്. ആ ലാലേട്ടനാണോ ഏറ്റവും ഇഷ്ടം? ലാലേട്ടനാണോ? അതാണോ ഈ പാട്ട് പാടാൻ പോണേ? ലാലേട്ട അങ്ങനെയല്ലേ? എങ്ങനെയാ ലാലേട്ടനെ വിളിക്കുന്നത്? ലാലേട്ടാ. അപ്പൊ ലാലേട്ടൻ വരുമോ? വരും. ഒന്നുകൂടെ വിളിച്ചു നോക്കിയേ. ലാലേട്ടാ എന്റെ പാട്ട് കേട്ടിട്ട് ഇവിടേക്ക് വരണേ. അപ്പൊ നമുക്ക് പാട്ട് പാടണ്ടേ? പാടാം. അവൻ എടുക്കുമെന്ന് പേടിയാ. പട്ട എനിക്ക് താത്. അത് അങ്ങോട്ട് കൊടുക്കാൻ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇതിലും നല്ലതുണ്ട്, ഇത് കൊടുത്തോ. അപ്പൊ നമുക്ക് പാടണ്ടേ? മീനൂട്ടി എവിടെ? മീനൂട്ടിലെ അവിടെ ഉണ്ട്, നോക്കണേ വീഴല്ലേ. കൊടുക്കട്ടെ. അത് അവിടെ വെക്കാൻ ധൈര്യമില്ല. അതാ ഇല്ലാതെ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? പാട്ട് പാടിക്കോ. ഇവിടെ നിക്ക്. തമ്പുരാൻ. കടിമംഗലം കൗനകത്തെ ജഗന്നാഥൻ തമ്പുരാൻ. ടോപ്പ് സിംഗർ സീസൺ 6 6ാം തമ്പുരാൻ. ശംഭു മഹാദേവ. ആ ചെരിവൊക്കെ അപ്പോഴത്തേക്ക് വന്നു കേട്ടോ. ഇങ്ങനെയാ പറയുന്ന ഡയലോഗ്. തമ്പുരാന്റെ പാട്ട് കേൾക്കാം. ചേച്ചി. ഓ I still love you. അയ്യോ ഐ ലവ് യു ടു. ചുമ്മാ. I love you 3. ഓക്കേ. അപ്പൊ പാട്ട് പാടിക്കോ. അല്ല ചേച്ചി, മധുവങ്കൾ എവിടെ? മധുവങ്കള് സാൻ ഫ്രാൻസിസ്കോയില് പോയി. എനിക്കറിയാം ഏത് സ്ഥലത്താ പോയെന്ന്. എവിടെ? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ പോയി. ഒരു ഗാഥാജാം കൊണ്ടുവരാൻ പറ. അവിടൊക്കെ ഫുള്ള് ഫേമസ് ആ ഒരു ഗാഥാജാം. അത് കൊണ്ടുവരാൻ പറ. പറയാം. ഞാൻ മെസ്സേജ് അയക്കാം. പാട്ട് പാടുന്നതിന് മുൻപേ ഒരു ലാലപ്പാട്ടും കൂടെ പാടിയാലോ ദിനേശ? പഠിക്കോ? ഇതാ തീം മ്യൂസിക്കല്ലേ? അടിപൊളി. അമ്മേനെ നോക്കിട്ടാ പാടണേ.
എനിക്ക് വയ്യ. രാജേഷങ്കിളെ, ഞാനൊരു കാര്യം പറയട്ടെ. ആ ഈ ടോപ്പ് സിംഗർ സീസൺ 6 അവസാനിപ്പിക്കൂട്ടിരുന്നൂടെ അങ്കിളെ? തകർത്തി അടുത്ത പരിപാടിക്ക് എന്നെ വിളിച്ചാ മതി. 5255. രാജേഷേട്ടൻ കൊഴിഞ്ഞു വീണു ഇത് കേട്ടിട്ട്. എല്ലാവർക്കും കിട്ടി ബോധിച്ചിട്ടുണ്ട്. അത് രാകേഷ് ഏട്ടൻ പ്രതീക്ഷിച്ചു അല്ലേ? യാമിക്കുട്ടി എവിടെ നിന്ന് പറഞ്ഞു വിടാൻ പറ്റുമോ? ഇല്ലല്ലോ, പറഞ്ഞു വിടത്തില്ല കേട്ടോ. ഈ മൈക്കൊന്ന് പിടിച്ചേ, ഞാൻ ഈ മുണ്ട് ശരിക്കും കൊടുക്കട്ടെ. ആ ഇതെന്താ സ്റ്റെപ്പാണോ? ഇതൊന്ന് ഉടുത്തുക. എന്തൊക്കെ ചെയ്യണം? ഞാൻ നിന്നെ എടുത്ത് പിടിക്കട്ടെ. ഒന്ന് ഉടുത്തുക. ഇതിപ്പോ എന്ത് പിടിക്ക്? ഷോ, ഒരു തോർത്തിന് ഇതിലും നീളമുണ്ടല്ലോ. ആ ശരി. ലാലേട്ടൻ എങ്ങനെയാണോ ഇത് ഉടുക്കുന്നത്? ഇനി ഓക്കെയാണോ? ഓർക്കസ്ട്ര അങ്കിൾമാരെ, അയ്യോ. നമുക്കൊരു പാട്ട് പാടിയാലോ? ആ റെഡി, 1 2 3 സ്റ്റാർട്ട്. ആ കറ് 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 പെണ്ണാണ്, കണ്ണാണ്. അപ്പൊ എല്ലാരും ഇവിടെയൊക്കെ തന്നെ കാണണല്ലോ അല്ലേ? ആ. അല്ലല്ലേ, അപ്പൊ പാടുവല്ലേ? പാടാം നമുക്ക്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ് യാമിക്കുട്ടി. ഞാൻ ജനിച്ചെന്ന് കേട്ടൊരു പേര്, പിന്നെ ആഘോഷമായൊരു പേര്. ഇടം തോളൊന്നു മെല്ലെ ചിരിച്ച്, കള്ള കണ്ണൊന്ന് റുക്കിച്ചിരിച്ച്, മഞ്ഞൾ വിരിഞ്ഞു പൂവേ, അന്ന് തൊട്ടെന്നവനെ നമ്മുടെ മനസ്സാകെ കവർന്നെടുത്തേ. ലാലേട്ടാ, ലാലാ ലാലാ ലാലാ, ലാലേട്ടാ, ലാലാ ലാലാ ലാലാ, ലാലേട്ടാ, ലാലാ ലാലാ ലാലാ, ലാലേട്ടാ, ലാലാ ലാലാ ലാലാ. നെഞ്ചിലൊന്നു മഴ നനഞ്ഞ് അനുരാഗത്തേൻ തിരിഞ്ഞ് തൂവാനത്തുമ്പി പോലെ പാറിടുന്നതും, മുട്ടനാടിൻ സങ്കടത്ത് ചോരമോന്തിയാട് തോമ ബുള്ളറ്റിലേറിയന്ന് ചീറി വന്നതും, പൊട്ടിച്ചിരിയുടെ കിരുക്കങ്ങൾക്കൊപ്പം ഉള്ള നന്ദൊരു ഭരതവം പോലെ, മുരുകനെ പുലിയുടെ കൂടെ ചുമ്മാ കബഡി കളിച്ചതും കണ്ടേ. വിസ്മയമെന്നതിന് ഞങ്ങൾ നൽകുന്ന മറുപേര്, എന്നോളം തന്നതിന് ഇന്നും ഈ മലയാളം കൈകൊപ്പുന്നേ. ലാലേട്ടാ, ലാലാ ലാലാ ലാലാ, 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 ലാലേട്ടാ, ലാലാ ലാലാ ലാലാ. യാമിക്കുട്ടി പാടിയത് ശരിയായോ? ശരിയായോ? ആയോ? ആയോ? ആയി.
ലാലേട്ടൻ വരുമോ ഇവിടെ? വരുന്നു. പറഞ്ഞിട്ടുണ്ടോ ലാലേട്ടൻ്റെ അടുത്ത് വരണമെന്ന്? ആ ഒന്നുകൂടെ പറഞ്ഞേ, ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞേ. ഈ പാട്ട് ഞാനിങ്ങനെയൊക്കെ പാടിയില്ലേ, ലാലേട്ടൻ ഒന്ന് വരുമെന്ന് ചോദിച്ചേ. ആ ചുമന്ന ലാലേട്ടാ, ഇവിടെ എന്റെ പാട്ട് കേട്ട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുവാ. ഓഹോ സവാരി ഗിരിഗിരി അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞേ? സവാരി ഗിരിഗിരിന്ന്. തോള് ചിരിച്ചിട്ടെന്ന് പറഞ്ഞേ, തോള് ചിരിച്ചിട്ട്. സവാരി ഗിരിഗിരി. സവാരി ഗിരിഗിരി. ആ മേളിലൊക്കെ എങ്ങനെയാ പാടിയത്? വിസ്മയവും പിന്നെ വില്ലനായോ? അതന്നെ. പാടിയത് അതെങ്ങനെയാന്നാ? ആ അമ്മ എന്നെ ഇന്നലെ രാത്രി അടിച്ചങ്ങ് പോയി. അയ്യോ പിടിച്ചു പിടിപ്പിച്ചോ? എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് അമ്മ എന്നെ കൊറേ നേരം വഴക്ക് പറഞ്ഞ് പിന്നെ എനിക്ക് അവസാനം കൊറേ പാടിയപ്പോ എനിക്ക് താങ്ങാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങിയോ? ഇറങ്ങി പോയിട്ടൊന്നും ഇല്ല, എനിക്ക് ശ്വാസം മുട്ടുന്നു. ശ്വാസം മുട്ടി. ശ്വാസം മുട്ടി. അല്ല അമ്മ സ്നേഹത്തോടെ എന്തൊക്കെയാ ചെയ്യാറ്? നല്ലപോലെ ഭക്ഷണം കഴിപ്പിക്കുക, എന്നിട്ട് ആ കൊറേ പാട്ട് പഠിപ്പിക്കുക, കളിപ്പിക്കുക, ഉറക്കുക, ഓ പല്ല് പിക്കിപ്പിക്കുക, ആ കുളിപ്പിക്കുക. പിന്നെ കുളിപ്പിക്കുക, ആ എല്ലാം ചെയ്യാം. എല്ലാം ചെയ്യും. അമ്മേനെ എല്ലാം കഴിഞ്ഞിട്ട് അടിയും തരാ. തളർന്നു വീഴുക. പറഞ്ഞ അനുസരിക്കാത്തപ്പോൾ അമ്മ അടിച്ചു. പോലീസിനെ വിളിക്കണോ? ആ പോലീസിനെ വിളിച്ചാൽ മതി, അത് നല്ല. ശ്ശോ, എന്തൊരു സന്തോഷം. അപ്പൊ അമ്മനെ കൊണ്ടുപോയില്ലേ? അപ്പൊ എന്ത് ചെയ്യും? അയ്യോ അപ്പൊ കൊച്ചിന് ആര് ഭക്ഷണം തരും, ആര് കുളിപ്പിക്കും, ആര് ഡ്രസ്സ് മാറ്റി തരും, ആര് പല്ല് തേപ്പിക്കും? എന്റെ അമ്മമ്മ തരും. ആ ഓപ്ഷൻ ഉണ്ട് അവിടെ. അമ്മ തരും. അത് കണ്ടോ, ഡാൻസ് കണ്ടോ? അതെ അതെ, സന്തോഷം. പോലീസ് ഇപ്പൊ കൊണ്ടുപോകും. പോലീസ് കൊണ്ടുപോകുന്ന എന്റെ സന്തോഷം അത്. ആ മേളില് പാടിയില്ല, അതോ പാടി കേൾപ്പിക്കാമോ? ആ ബാക്കി എന്നിട്ട് ഞങ്ങൾ നൽകുന്ന മറുപേര് അതെ. ആ ആ ഇന്നോളം തന്നതിന് ഇന്നും ഈ മലയാളം കൈകൊപ്പുന്നേ. ലാ, ലാ, ലാ. ലാലേട്ടാ, ആ. ഓ ലാലാലാലാലാ. ലാ, ലാലേട്ടാ. ലാ, 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 ലാ. ആഹാ. ഏഹേ യാമിക്കുട്ടി, എത്ര സമയം എടുത്തു ഈ പാട്ട് പഠിക്കാനപ്പോ? കുറച്ച് സമയം എടുത്തുള്ളൂ. കുറച്ച് സമയം എടുത്തുള്ളൂ. പാട്ട് പഠിച്ചപ്പോ ഇങ്ങനെ മനസ്സിൽ ഓ ലാലേട്ടനെ വിചാരിച്ചിട്ടാണോ പഠിച്ചത്? ആ പക്ഷെ ഒരു കാര്യമുണ്ട്. ആ. അപ്പൊ ഞാൻ നന്നായി പാടിയപ്പോൾ എനിക്ക് മിഠായി വഴിയൊന്നുമില്ലല്ലോ. ഉണ്ട് ഉണ്ട്, വരും തരും, തരും. വരും, മിഠായി മഴ വരും. എന്താന്നറിയോ, ആ. അവള് മിഠായി മഴ നിർത്തും. നെഞ്ചിനകത്ത് എന്ന് പറയുമ്പോ നിങ്ങൾ എല്ലാരും കൂടി ലാലേട്ടൻ എന്ന് പറയണം. ഓ ആ അത് കൊള്ളാം. ലാലേട്ടൻ നെഞ്ച് വിരിച്ച്, ലാലേട്ടൻ. മുണ്ട് മടക്കി, ലാലേട്ടൻ. മീശ പിരിച്ച്, ലാലേട്ടൻ. തോള് ചെരിച്ച്, ലാലേട്ടൻ. റൈബാൻ വെച്ച്, ലാലേട്ടൻ. ബൈക്ക് എടുത്ത്, ലാലേട്ടൻ. കിക്കർ അടിച്ച്, ലാലേട്ടൻ. 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 നെഞ്ചിനകത്ത് ലാലേട്ടൻ. അത് തകർത്തി. അയ്യോ എന്തൊക്കെ പഠിക്കണേ യാമിക്കുട്ടിക്ക്. ലാലേട്ടനെ നേരി കണ്ട എന്ത് പറയും യാമിക്കുട്ടി? ലാലേട്ടനെ നേരിൽ കണ്ടാൽ കിസ് എന്ന് പറയും. അയ്യോ കിസ് എന്ന് പറയും. പറയുള്ളൂ, കിസ് കൊടുക്കില്ലേ? ആ കിസ് കൊടുക്കുമ്പോൾ എന്റെ ചുണ്ടത്തെ ലിപ്സ്റ്റിക് ഒക്കെ പോയിട്ട് ലാലേട്ടന്റെ ചീത്ത അയ്യോടാ. എന്തൊരു imagination ആണ്. എല്ലാം ആലോചിച്ചിട്ടുണ്ട്. പശു ലാലേട്ടൻ എനിക്ക് കിസ് ചെയ്യുമ്പോ ആ ലിപ്സ്റ്റിക് വന്നിട്ട് ആഹാ. അപ്പൊ ലിപ്സ്റ്റിക് ഇടിക്കണം ലാലേട്ടന് ആദ്യം. ആദ്യം ആ ഇമാജിനേഷൻ ഒക്കെ പക്ക. അതെ. ഈ പാട്ടില് പറഞ്ഞ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ യാമിക്കുട്ടി? അമ്മ പുലിമുരുകൻ. കണ്ടിട്ടുണ്ടോ? ആ അതാണോ ഫേവറേറ്റ്? ആ, ആ പുലിമുരുകൻ. പുലിമുരുകൻ ഇതാ വരുന്നു. അതങ്ങ് വീണു. എന്തായാലും മിടുക്കിയായിട്ട് പാടി കേട്ടോ. ഒരു ഉഗ്രം കയ്യടി കൊടുത്തേ നമ്മുടെ യാമിക്കുട്ടിക്ക്. ഞാനൊരു കരാട്ടെ കാണിച്ചേ. നമുക്ക് വീട്ടിൽ പോണ്ടേ ഇത് കഴിഞ്ഞിട്ട്? ഇതൊന്ന് പിടിക്ക്. ഓ ഓ അയ്യോ ബ്ലാക്ക് ബെൽറ്റ്, നമ്മുടെ സ്വന്തം ബ്ലാക്ക് ബെൽറ്റ്. മീനൂട്ടിക്ക് ഒന്ന് കൊടുക്കൂ, മീനൂട്ടിക്ക് ഒന്ന് കൊടുക്കൂ. വേണ്ട ഉണ്ടെങ്കിൽ ഇളകി നിൽക്കോ. ആ ഓക്കെ, സൂപ്പർ കേട്ടോ, ബ്ലാക്ക് ബെൽറ്റ്. അപ്പൊ ഇതാണ് കരാട്ടെ കിഡ് അല്ലേ? അതെ അതെ അതിന്
പോയിട്ടങ്ങനെ ഒരു മിഠായി മഴ. യെസ്